നമസ്കാരം. നമ്മൾ ഫെബ്രുവരി 4 മുതൽ ക്യാൻസർ സ്ക്രീനിങ് തുടങ്ങിയിരിക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാം ആദ്യത്തെ ഒരു മാസം എന്ന് വെച്ചാൽ ഫെബ്രുവരി 4 മുതൽ മാർച്ച് 8 വനിതാ ദിനം വരെ പ്രധാനമായും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളെ പറ്റിയാണ് സ്ക്രീനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ പ്രത്യേകിച്ച് ഗർഭാശയകള ക്യാൻസറും അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും വളരെ നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ നമ്മൾ ലക്ഷ്യമിടുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ ലേറ്റായിട്ട് അല്ലെങ്കിൽ സ്റ്റേജ് 3-ലോ 4-ലോ ഒക്കെയാണ് ക്യാൻസറുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുണ്ടാകുന്ന ക്യാൻസറുകൾ കണ്ടുപിടിക്കുന്നത് തന്നെ. ഇങ്ങനെയൊരു ഇത് വരുമ്പോൾ ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാതെ വരികയും അവർ പലപ്പോഴും പാലിയേറ്റീവോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരവസ്ഥയുണ്ടാകുകയാണ്. നമുക്ക് ഈ ക്യാൻസറുകൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കാൻ, പ്രത്യേകിച്ച് സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് എല്ലാ ആളുകളും അവരവരുടെ കൃത്യമായിട്ട് ആരോഗ്യ പ്രവർത്തകർ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് തന്നിട്ടുണ്ടാവും. എങ്ങനെയാണ് സ്വയം പരിശോധിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ തടിപ്പോ കല്ലിപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഇനി അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഡോക്ടർമാരെ കണ്ട് അങ്ങനെ ഇത് മാലിഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ ആകാൻ സാധ്യതയുള്ളതാണോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ബിനൈൻ ട്യൂമറുകളാണോ എന്നുള്ളത് അവർ പരിശോധിച്ച് പറയുകയും അതിനുശേഷം മുന്നോട്ട് നോക്കി നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പരിശോധനകൾ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു തരും. നമ്മുടെ ഇതിൽ ക്യാൻസറുകൾ എല്ലാ മുഴകളും ക്യാൻസറുകളല്ല. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാ മുഴകളും ക്യാൻസറല്ല. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ക്യാൻസർ ആകാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അല്ലെ സ്ക്രീനിങ്ങാണ് നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതേപോലെ തന്നെയാണ് ഗർഭാശയഗള ക്യാൻസറുകൾക്കുള്ളതും. അതിനു വേണ്ടി കൃത്യമായ ഒരു പരിശോധനയുടെ ആവശ്യമുണ്ട്. കല്യാണം കഴിഞ്ഞ ഓരോ സ്ത്രീകളും പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ഉള്ള ക്യാമ്പയിനിൽ നമ്മൾ പറയുന്നത് 30 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും 3 വർഷം കൂടുമ്പോഴെങ്കിലും നമ്മൾ പാപ് സ്മിയർ ടെസ്റ്റിങ്, കാരണം ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ചെറിയൊരു ക്യാൻസറിൻ്റെ ആരംഭ ദിശയിൽ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അത് പരിശോധിച്ച് അതിനുശേഷം ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്ത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ള ഉറപ്പ് വരുത്താൻ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ പരിശോധനയും കാര്യങ്ങളും വന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ തളരാതിരിക്കാൻ നിങ്ങൾക്ക് വേണ്ട കൗൺസിലിംഗ് കാര്യങ്ങളെല്ലാം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ നമ്മൾ 6 മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും സ്വയം പരിശോധന നടത്തി കല്ലിപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഗർഭാശയഗള ക്യാൻസർ ആണെങ്കിൽ നമ്മൾ 3 വർഷം കൂടുമ്പോൾ പരിശോധിക്കുക. ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയും മറ്റ് ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും നമുക്ക് കഴിയാം. ഇന്ന് ഇത് മാർച്ച് 8 വരെ നമ്മൾ പരിശോധനകൾ ചെയ്യുമ്പോൾ നമുക്ക് മാമോഗ്രാമും മറ്റു കാര്യങ്ങളും ഗവൺമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ ആശുപത്രി നമ്മുടെ DMO ആയിട്ട് ചെയ്തിട്ടുള്ള ടൈപ്പ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അതിൻ്റെ വളരെ കുറച്ച് റേറ്റുകളിൽ നമുക്ക് മാമോഗ്രാം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിനുവേണ്ടി ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്താം. നമുക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. അതാണ് ക്യാൻസർ ഉണ്ടെന്ന് സ്ഥാപിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അത് ചികിത്സിച്ച് ഭേദമാക്കുക, ഗുരുതരാവസ്ഥയിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവരും ഇതിനോട് പങ്കുചേരുക. എല്ലാവരും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഇത് ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തുന്ന ഈ ഉദ്യമത്തിൽ നിങ്ങളും പങ്കാളികളാകുക.